ആസ്കിന് ഗംഭീര പെർഫോമൻസ്. ആസ്ക് അടുത്ത കാലത്ത് കുട്ടിയോളം മലയാളികൾ കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആണ്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടം. പുരുഷന്മാർക്ക് സംസാര സിനിമയെന്നൊക്കെ പറയാനുണ്ട്. അതെ, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നു. അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാത്ത പല ആംഗിളുകളും പുരുഷന്മാർക്ക് വേണ്ടി സിനിമ സംസാരിക്കുന്നു. അത് നല്ലൊരു പടമായിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാ പുരുഷന്മാരും പ്രത്യേകിച്ച് വെച്ച് കാണേണ്ട സിനിമയാണ്. സ്ത്രീകളും കാണണം. വളരെ നല്ല സിനിമ. ആ സിനിമയിലേക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. അത് നല്ലൊരു സിനിമയുടെ കണ്ടന്റ് കൊണ്ടും പിന്നെ നിർമ്മിച്ചിരിക്കുന്ന രീതി കൊണ്ടും എല്ലാം വളരെ നന്നായിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഇതൊരു പുരുഷപക്ഷ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സ്ത്രീപക്ഷ സിനിമകളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഓപ്പോസിറ്റ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു പുരുഷപക്ഷ സിനിമ എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ 498 അതിൻ്റെ ഒരു മിസ്യൂസ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് നടക്കുന്നതാണ്. വെറുതെ പുരുഷനെ എതിരെ ഒരുപാട് കേസുകൾ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പേരിൽ കേസ് കൊടുക്കും. ഇതിൻ്റെ അവസാനം പിന്നീട് അത് വാദപ്രതിവാദം കഴിയുമ്പോഴായിരിക്കും ഇത് ആർക്കും സ്ത്രീകൾക്ക് വെറുതെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ ഒരു നിയമമായിട്ട് മാറിക്കഴിഞ്ഞു. ഫെമിനിസ്റ്റായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടില്ല. കാരണം എല്ലാ പുരുഷന്മാരും നല്ലവരൊന്നും എല്ലാ സ്ത്രീകളും നല്ലവരൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഡെഫിനറ്റ്ലി എല്ലാവരും പെൺമക്കളും ആൺമക്കളും ഉള്ള എല്ലാ അച്ഛനമ്മമാരും വന്ന് കാണുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും വന്ന് കാണാം. സിനിമ വളരെ ഭംഗിയായിരുന്നു. എന്ന് പറയുമ്പോൾ സിനിമയുടെ വളരെ ഏറ്റവും വലിയ കാര്യം നന്നായി സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയുണ്ട്, നന്നായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. തമാശ ഉണ്ട്, ഒരുപാട് തമാശ ഉണ്ട്. പിന്നെ എനിക്ക് ഇച്ചിരി ഒരു ഫസ്റ്റിൽ ഹാഫില് ഒരു മദ്യത്തിന്റെ സീനുകളൊക്കെ കുറച്ച് അധികമായി പോയി. എന്ന് പറയുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മദ്യപിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അല്ലാതെ സിനിമയുടെ കഥയും തിരക്കഥയും എല്ലാം വളരെ നല്ലൊരു സിനിമയാണ്. ആസിഫലി വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടത് മറ്റേ ഡയറക്ഷൻ സൂപ്പറായിരുന്നു, സ്ക്രിപ്റ്റിംഗ് എല്ലാം കൊള്ളായിരുന്നു. ഇപ്പം എല്ലാവരും പറയുന്നത് ആണുങ്ങൾക്കുള്ള പടം എന്നൊക്കെ പറയാം. പക്ഷേ ആണുങ്ങൾക്ക് മാത്രമല്ല, എല്ലാ പെണ്ണുകാർക്കും ഇത് മനസ്സിലാകുന്നതാണ്. കാര്യം എല്ലാവരുടെ കുടുംബത്തിന് സംഭവിക്കുന്ന കാര്യമാണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുടുംബജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ചില ആണുങ്ങൾ അത് തന്നെ ഒരു സാധാരണക്കാരൻ്റെ ചില ആണുങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടിൽ കുടുംബത്തിലെ ഫാമിലിയുടെ പ്രശ്നം വരുമ്പോഴത്തേക്ക് അവർ ചിലപ്പം മരണപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ഈ സിനിമ നമുക്കത് അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ നമുക്കൊരു മാറ്റം വരുത്തി തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മരണവും ജനനവും തീരുമാനിക്കുന്നത് മുകളിലിരിക്കുന്ന ഈശ്വരനാണ്. നമ്മൾ ജനിക്കുന്നതും നമ്മൾ മരണപ്പെടുന്നതും തീരുമാനിക്കുന്നതാണ്, അല്ലാതെ സ്ത്രീകളല്ല. മനസ്സിലായില്ലേ? സ്ത്രീകളെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, സ്ത്രീകളത് ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേ ജാസി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറിനെ അറിയാമോ? ഇത് ആണുങ്ങളും തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ അറിയാമല്ലോ. അതേപോലെ സ്ത്രീകൾക്കും ഉണ്ട്, സ്ത്രീകളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അത് ഈ കേരളത്തിലല്ല, എല്ലാ സ്ഥലത്തും ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ സിനിമയിലും അത് എടുത്തു വെച്ച് തന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് നമുക്ക് സ്ത്രീകളെ കുറ്റം പറയാനും പറ്റില്ല, ആണുങ്ങളെ കുറ്റം പറയാനും പറ്റില്ല. അതുകൊണ്ട് ആ കോടതിയിലുള്ള രംഗങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിനോട് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാര്യം ഓരോ വാക്കുകളും എടുത്ത് പറയുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അസീസ് പുള്ളി നല്ല രീതിയിൽ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. പക്ഷെ പണം കാണാൻ വലിയ ആളില്ലായിരുന്നു, പക്ഷേ ഇനിയും നല്ല ആൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് അത്രയ്ക്ക് നല്ലൊരു പടം. ഫസ്റ്റ് ഹാഫ് ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇന്നലത്തെ 200 പോയെങ്കിൽ ഇന്നത്തെ 150 എനിക്ക് ലാഭമാണ്. പിന്നെ